ഹലോ ഗായ്സ്! ഇന്നൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് നല്ല തണുപ്പാണല്ലോ. തണുപ്പും മഞ്ഞും ഒക്കെയാണ്. ഇന്നിപ്പോ നല്ല വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഈ തണുപ്പുണ്ടായിട്ട് വെയിലും കൂടി അടിക്കുമ്പോഴത്തേക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ മുഖത്ത് കുത്തും കോമയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ആ വെയിലും കൂടി അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കാറ് നല്ല രീതിയിൽ അഴുക്കായിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ കാറൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഇവിടെ റബ്ബർ ബക്കറ്റെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പേര്. അവിടെ പോയിട്ട് മാനുവൽ വാഷാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ഒന്ന് നല്ല രീതിയിൽ കഴുകുകയാണ്. $8 ആയെന്ന് തോന്നുന്നു. ഓരോ കോയിനായിട്ട് ഇട്ടിട്ടാണ് കഴുകുന്നത്. അപ്പൊ നമ്മളല്ലാതെ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 10 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഉറപ്പില്ല. അപ്പൊ അങ്ങനെ പോയി നമ്മൾ കാറ് കഴുകി. അതിന് ശേഷം ഒരു വീട് കാണാനായിട്ട് പോയി. വീട് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഹോൾ ഹൗസ് എന്ന് പറഞ്ഞ് പോയിട്ട് നമ്മൾ കണ്ടത് ഒരു വലിയ വീടിന്റെ ഒരു ചെറിയൊരു പോർഷൻ, അതായത് ഒരു ഗരാജ് പോർഷൻ, ഒരു വീടും ഒരു കിച്ചണും 2 റൂമൊക്കെ ആക്കിയിട്ട് തിരിച്ച് വെച്ചിട്ടുള്ള ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എന്നിട്ട് അതിന്റെ സൈഡിലെ ഡോറിൽ കൂടി വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനും. അപ്പൊ ഞാൻ എടുത്ത് ചോദിച്ചിരുന്നു, ഇത് ഹോൾ ഹൗസ് ആണോ അതോ ഷെയർഡ് ആണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് ഇന്ത്യൻ ആണ്. പുള്ളിക്കാരി പറഞ്ഞത് ഇത് ഹോൾ ഹൗസ് ആണെന്നാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ഡെക്കോട് കൂടിയിട്ടുള്ള വീട് ബാക്കിലും അതിന്റെ ഗരാജ് ഇങ്ങനെ ഒരു വീട് പോലത്തെ ആക്കി എടുത്തതൊക്കെയാണ് കണ്ടത്. പിന്നെ അതുകൊണ്ട് അത് വീഡിയോ ഒന്നും എടുത്തില്ല. അതിനുശേഷം നമ്മൾ മാസ്റ്റർ മൈൻഡ്സിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഡോൾറാമയിൽ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. ഡോളറാമയിൽ പുതിയ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സെന്റ് പാട്രിക് ഡേയും പിന്നെ ഈസ്റ്ററും ഒക്കെ വരുന്നതിന്റെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ കുറേ നെയിലിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അത് വലിയവർക്കുള്ളതാണ്. ബാക്കി ഈ കാണുന്നതെല്ലാം കൊച്ചുകുട്ടികൾക്കുള്ളതാണ്. 5 to 12 ഇയേഴ്സിൻ്റെതൊക്കെയാണ്. അപ്പോൾ ഞാനത് അമ്മൂന് വേണോ എന്നുള്ളത് ചോദിക്കുകയാണ്. പിള്ളേരൊക്കെ അതൊക്കെ ചെയ്തിട്ട് വരുമെന്നുണ്ടെങ്കിൽ ഞാനത് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയും. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോൾ ചെന്നാലും ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം അവിടെ കാണും. എല്ലാം കണ്ടാൽ നമുക്ക് എടുക്കാനും തോന്നും. പക്ഷെ അങ്ങനെ എല്ലാം വാരിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതേപോലെയുള്ള ഇതൊക്കെ ഗാർഡനിൽ വെക്കുന്നതാണ്. അകത്തും വെക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാം ഒരു 5, 4 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് ഫ്ലോർ മാറ്റും ഷവർ കർട്ടൻ, പിന്നെ ഓവനിൽ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പറയുന്ന ഈസ്റ്ററിന്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒരുപാട് വന്നിട്ടുണ്ട്. കാണാനെല്ലാം നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ഇവിടെ ഈസ്റ്റർ എന്ന് പറയുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള എഗ്സും ചോക്ലേറ്റ്സും പിന്നെ കുഞ്ഞു ബണ്ണീസും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് വരും. നമ്മുടെ ഫ്രണ്ട് ഡോറ് തൊട്ട് ഉള്ളിലേക്കുള്ള സ്ഥലത്തെല്ലാം ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് വെക്കും. നാട്ടിലും ഈസ്റ്ററിന് ഇത്രയും ഡെക്കറേഷൻ ഒക്കെ ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. ഈസ്റ്റർ എന്നുള്ളത് അവധി എന്നുള്ളതല്ലാതെ എനിക്ക് അതിനപ്പുറത്തേക്ക് യാതൊരു കാര്യങ്ങളും അറിയത്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും ഇങ്ങനെ ഇത്രയും വലിയ സെലിബ്രേഷനും ഇത്രയും ഡെക്കറേഷൻസ് ഓരോ സെലിബ്രേഷൻ അനുസരിച്ച് മാറുന്നതും ഒക്കെ ഞാൻ കാണുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ അതൊന്ന് ഞാൻ എടുത്ത് വെച്ച് പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വാങ്ങി അതുമായിട്ട് ഇറങ്ങി. ഇതായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഏറ്റവും പണി കിട്ടിയതെന്ന് പറയുന്നത് ആ വീട് കാണാൻ പോയതാണ്. അപ്പൊ ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽ കണ്ണാടി.